കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ നിർണായകമായ ശബ്ദ സംഭാഷണം കൈരളി ന്യൂസിന്. അനിൽ സംസാരിക്കുന്നത് നിക്ഷേപകന്റെ മകളോട്. താൻ നേരിടുന്ന ദയനീയ അവസ്ഥ അനിൽ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ കഴിയുന്നില്ലെന്ന് അനിൽ പറയുന്നത് കേൾക്കാം. ബി.ജെ.പി. നേതാക്കൾ പൂർണ്ണമായി കൈയൊഴിഞ്ഞ ശേഷം തിരുമല അനിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദം വ്യക്തമാക്കുന്നതാണ് ഫോൺ സംഭാഷണം. പറഞ്ഞു കേട്ടാ. ഞാൻ ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരെയും ഞാൻ ഒന്ന് വിളിച്ചു. പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം. നമ്മെ കൊണ്ടൊന്ന് ആയിട്ടൊന്ന് സംസാരിപ്പിക്കണം. എന്നെ അവരെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് മറിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും അല്ല മക്കളെ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി ചേട്ടാ. കഴിച്ചിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം വെച്ചാൽ ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ. ഒറ്റയ്ക്കല്ലല്ലോ അത്. അമ്മ നാളെ പോയി സി എ എടുത്ത് സംസാരിക്കുമ്പോൾ സി എ വിളിച്ചോളൂ. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. പണം വേണമെങ്കിൽ കിടപ്പിലായ നിക്ഷേപകൻ ശശിധരൻ നായർ നേരിട്ട് തന്നെ ബാങ്കിലെത്തി അപേക്ഷ നൽകണമെന്ന് ബാങ്ക് സെക്രട്ടറി നീലിമ കുറുപ്പ് വാശി പിടിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ആ ദൃശ്യങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു. ഇപ്പൊ എനിക്ക് പകരം വന്ന ആളിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ അങ്ങേര് പറയണ എന്തെന്ന് വെച്ചാൽ 2 വർഷത്തിനകത്ത് കുറേശ്ശെ തരാമെന്നാണ് അങ്ങേരെ വാക്ക്. പക്ഷെ 2 പ്രാവശ്യം എൻ്റെ മോള് ഫോൺ വിളിച്ചിട്ടും അങ്ങേര് ഫോൺ എടുക്കണില്ല. ഇപ്പൊ ഞങ്ങൾ എന്തു വേണ്ടി? ഇതെല്ലാവരും കൂടെ ഒത്തുകൂടി നിന്ന് ആലോചിച്ച കാര്യങ്ങളായിരിക്കും ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത്. ഞങ്ങളിപ്പോൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പൈസ ഇട്ടത്. ആ മനുഷ്യനെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കി എങ്ങനത്തെ രൂപത്തിലാണ് കിടക്കണമെന്നുള്ളത്. ഒരിടത്തും ഒരു ആശുപത്രിയിൽ പോലും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ട് പൈസ കുറേശ്ശെ 2 വർഷത്തിനകത്ത് മനുഷ്യൻ കിടക്കുമോ എന്നുള്ളത് ആർക്കറിയാം. തിരുമല അനിൽ മരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശശിധരൻ നായർക്ക് പണം ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല. ശശിധരൻ നായരുടെ ഭാര്യ തന്നെ കൈരളി ന്യൂസിനോട് അത് വ്യക്തമാക്കി. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.